വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ സ്ഥിരം ബൊലേറോ പിക്കപ്പുകളുടെ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ സിറ്റി, അതായത് മാക്സ് സിറ്റി, മാക്സ് HD സീരീസ് വരുന്ന ഒരുപാട് വാഹനങ്ങളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ CBC വണ്ടികളുടെ വീഡിയോസ് നമ്മൾ അധികം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോക്കകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മാക്സ് സിറ്റി 1.4 LX CBC വണ്ടിക്കകത്ത് ഇൻസുലേറ്റർ ബോഡി അടിച്ചൊരു വാഹനമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷമാണ് ഞാൻ നിങ്ങളടുത്ത് പങ്കുവെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, എന്തോ റേറ്റ് വരും, ഏകദേശം എന്ത് റേറ്റ് വരും, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഡയമെൻഷൻസ് കാര്യങ്ങളൊന്നും നമ്മൾ എടുത്ത് പറയത്തില്ല, കാരണം അത് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്ക് ആണ് വെച്ചേക്കുന്ന എയിം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിരിക്കുക. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്ന ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാവരും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നും പറയാം. ഇതൊരു LX വേരിയൻറ്റ് വാഹനമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോർണറിംഗ് ലാമ്പ് അവൈലബിൾ അല്ല, ക്ലിയർ ലെൻസ് ആയിട്ടുള്ള ഹെഡ് ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ മെറ്റൽ ബമ്പറാണ് വരുന്നത്. ഫ്രണ്ടിൽ കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഇപ്പം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫോഗ് ലാമ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമുക്ക് കസ്റ്റമർ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തതാണ്. പിന്നീട് ബാക്കി കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ അങ്ങനെ എടുത്ത് പറയേണ്ടതൊക്കെ ഒന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. ആകെ കുറച്ച് മാറ്റമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. സൈഡിലോട്ട് വരുമ്പോൾ സൈഡിലും നമുക്ക് ഒരു പെയിൻറ്റിങ് കാണാം, ഒരു ഫയറിൻ്റെ ഒരു രീതിയിലുള്ളൊരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ, ഫ്ലെയിംസ് പോകുന്ന രീതിയിലുള്ളൊരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇങ്ങനെ ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 215 ആണ് വരുന്നത്, R15 ആണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ സ്ഥിരം നമ്മുടെ പിക്കപ്പുകളിലെല്ലാം ഉള്ള പോലെ തന്നെയുള്ള ഒരു ചെറിയൊരു ഇൻഡിക്കേറ്ററും അതുപോലെ ബൊലേറോ മാക്സ് പിക്കപ്പ് എന്നുള്ള ബാഡ്ജിയും കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഞാൻ ഈ വണ്ടിയുടെ സ്പെക്ക് കാര്യങ്ങളെല്ലാം കൂടുതലും പറഞ്ഞ് ഒരു വാഹനം കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ സ്പീഡപ്പായിട്ട് അടിയും പറഞ്ഞാൽ ചെറിയ ORVM ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം ഇൻസുലേറ്റർ ആയതുകൊണ്ട് തന്നെ ഈ 2 ORVM കൊണ്ട് മാത്രം നമുക്ക് ബാക്ക് കാണാൻ കഴിയത്തുള്ളൂ. എങ്കിലും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിനകത്തൂടെ ബാക്കിൻ്റെ ഒരു കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇത് LX വേരിയൻറ്റ് വാഹനമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗ്രാഫിക്സോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇനിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ബോഡി. ഇതെന്ന് പറയുന്നത് 9 അടി നീളം വരുന്ന ബോഡിയാണ്, 9 ഫീറ്റാണ് ഇതിൻ്റെ ബോഡി. ഇൻസുലേറ്റർ ബോഡിയാണ് വരുന്നത്. അലൂമിനിയം പാനൽ വെളിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ് ഇത് വരുന്നത്. സുരക്ഷയിലാണ് ഈ ബോഡി അടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ബോഡി വർക്ക് ചെയ്യണമെങ്കിലും എന്തോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിരിക്കുക. അപ്പോൾ ആ നമ്പർ കോൺടാക്ട് ചെയ്ത് അവർ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഈ കാണുന്നതൊക്കെ പെയിൻറ്റിംഗ് ആണ്, ഫുള്ള് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം. അദ്ദേഹത്തിന് കൊഞ്ചിൻ്റെ എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കൊഞ്ച് നമുക്ക് ഹാർബറിൽ നിന്ന് എടുത്തിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് എക്സ്പോർട്ടിങ് കമ്പനിയിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൊഞ്ചിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് കൊഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. ഫ്രഷ് സാധനങ്ങളാണ് അവിടുന്ന് കൊടുക്കുന്നത്. പിന്നീട് ഇതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഓൾറെഡി കമ്പനിയിൽ നിന്ന് ഇൻബിൽട്ടായിട്ട് വരുമ്പോൾ ഫ്രണ്ടിൽ 6 പ്ലേറ്റും ബാക്കിൽ 8 പ്ലേറ്റുമാണ് വരുന്നത്. ഇതിപ്പോൾ ഇത്രയും വെയിറ്റും കൂടെ അധികം കയറുകൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് ഇനി ഇതിനകത്ത് ലോഡ് ചെയ്യുന്ന ടൈമിൽ പ്ലേറ്റും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. നോർമലായിട്ട് എല്ലാവരും തന്നെ പ്ലേറ്റ് ആഡ് ചെയ്തിട്ടാണ് ഓടുന്നത്. എന്തിലും ഒരുപാട് വെയിറ്റ് കയറുമ്പോൾ ഇതിനകത്ത് പ്ലേറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഓടി നോക്കിയിട്ട് പ്ലേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇത് 1.4 ആണ്. ഇതിപ്പോൾ നോർമൽ ബോഡിയുള്ള വണ്ടി ഒരു ഏകദേശം 8.6 അടി നീളമുള്ള ബോഡിയാണ് നോർമൽ ഓപ്പൺ ബോഡി വരുന്നത്. ഈ ബോഡി എന്ന് പറഞ്ഞാൽ 9 അടി നീളമുള്ള ബോഡിയാണ് സുരക്ഷയുടെ. ഇതിനകത്ത് 60 ബോക്സാണ് കയറ്റാൻ പറ്റുന്നത്. അപ്പം ഇതിപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ 8.2 അടി കഴിഞ്ഞാൽ പിന്നെ 9 അടിയാണ് ബോഡിയുടെ അളവ് വരുന്നത്. അതുകൊണ്ട് തന്നെ 8.6 നിന്ന് 9 ഒരു ചെറിയൊരു ഡിഫറൻസേ വരത്തുള്ളൂ. എങ്കിലും നമുക്ക് ഈ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്, കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം സർട്ടിഫൈഡ് ആയിട്ട് ബോഡി ബിൽഡറിൽ നിന്നുള്ള ബോഡി അടിച്ചിട്ട് വരുന്നതാണ്. നമുക്ക് ആ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഏകദേശം ഒരു 20 രൂപ, 22-25 രൂപയ്ക്കകത്തായിരിക്കും വാഹനം രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ ടാക്സിൻ്റെ രജിസ്ട്രേഷനും എല്ലാം കൂടെ വരും. നമ്മൾ നോർമൽ ഇത് TPയിലായിരിക്കും വാഹനം ഇറക്കി കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് കാണുന്നത്. ഈ ബോഡിക്കകത്ത് തന്നെ അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ്, ടെയിൽ ലാമ്പെല്ലാം താഴെയുള്ള പോലെ തന്നെ മുകളിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അല്ലാതെ ഒരു ലൈറ്റും ആക്സറീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ കാണണമെങ്കിലൊക്കെ. പിന്നീട് ചവിട്ടി കയറാൻ വേണ്ടിയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ ഇവിടെ ഫുഡ് സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം നൽകിയിട്ടുണ്ട്. പിന്നീട് തൊട്ട് ബാക്കിലായിട്ട് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. അതുപോലെ തന്നെ ഇതൊരു കവറിംഗ് ബോഡി ചെയ്ത വാഹനമായതുകൊണ്ട് തന്നെ കസ്റ്റമറിനോട് ഒരു ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ബാക്ക് സൈഡ് കാണാൻ കഴിയുള്ളൂ, റിവേഴ്സ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ക്യാമറ വളരെ ഉപകാരമാണ്, ക്യാമറ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ 2 വാട്ടർ ടാങ്കുകൾ താഴെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള വേസ്റ്റ് വാട്ടറെല്ലാം അതിനകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് അതുവഴി അത് ഓപ്പൺ ചെയ്ത് കളയാൻ കഴിയും. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്നതിൻ്റെ അകത്തെ കാര്യങ്ങളും വിശേഷങ്ങളെല്ലാം ഒന്ന് പറയാം. ഇതാണ് ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്, അതായത് ബോഡിയുടെ ഇൻറ്റീരിയർ, ബോക്സിൻ്റെ ഇൻസുലേറ്റർ ബോക്സിൻ്റെ ഇൻറ്റീരിയർ വരുന്ന ഇതാണ്.
ഇതാണ് ഇതിൻ്റെ അകം വരുന്നത്. ഇതിൻ്റെ അകത്തും ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്, പിന്നീട് വെളിയിൽ ലൈറ്റ്. ഇതാണ് നമുക്ക് 60 ബോക്സിൻ്റെ ബോഡി വരുന്നത്. അപ്പോൾ സുരക്ഷയുടെ നമ്പർ കാര്യങ്ങളും കൂടെ ഞാൻ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബോഡിയുടെ കാര്യങ്ങളും കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഏകദേശം ഈ ബോഡിക്ക് ഒരു 320 തൊട്ട് 340 റേഞ്ചിലാണ് ബോഡിയുടെ വാല്യൂ വരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചസ് ഒക്കെ വരാം ടൈം അനുസരിച്ച്. ഇപ്പം പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 1 year ആണ് അവർ വാറണ്ടി പറയുന്നത്. 1 yearനകത്ത് എന്തോ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് നമ്മൾ വണ്ടി തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അവർ ചെയ്തു തരുന്നതായിരിക്കും. എന്നാൽ ചിലപ്പോൾ അവരവിടെ അവരുടെ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും. അല്ലാതുള്ള എന്തെങ്കിലും ഡിഫക്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഫുൾ അവർ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് എന്നാൽ ഇത് തുറന്ന് നടക്കട്ടെ, നമുക്കിത് ബാക്കി അപ്പുറത്തെ സൈഡിൽ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പം ഈ ഞാൻ പറഞ്ഞില്ല, സ്പെക്ക് കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, ഞാൻ ഈ ഒരു വാഹനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. 45 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ലീനോക്സ് സ്ട്രാപ്പോ കാര്യങ്ങളൊന്നും, ലീനോക്സ് സ്ട്രാപ്പാണ് വരുന്നത്. അതുപോലെ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓട്ടത്തിൽ തന്നെ കരി കാര്യങ്ങളൊക്കെ കത്തിപ്പോകുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് VA 6.2 വന്നപ്പോഴും നമുക്ക് ആഡ് ബ്ലൂ, അതായത് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ആവശ്യം ഈ ഒരു വാഹനത്തിൽ പിക്കപ്പിനകത്ത് വന്നിട്ടില്ല. അത് തന്നെ വളരെ ഒരു ഉപകാരമാണ്. നമുക്ക് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഒരു ബോഡി നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു വിൻഡ് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ടിലത്തെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. കാരണം ഇത് കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ പറയാം. അകത്ത് എന്ന് പറയുമ്പോൾ ഇതൊരു ബേസ് വേരിയൻ്റ് വാഹനമാണ്. അതിനകത്ത് ഈ പറയുന്ന ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സോ കോർണറിങ് ലാമ്പോ ഹെഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. നോർമലായിട്ടുള്ള ഇൻറ്റീരിയറാണ് വരുന്നത്, മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് ഒരു ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞല്ലോ റിവേഴ്സ് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടച്ച് സ്ക്രീനാണ് ആഡ് ചെയ്തിട്ടുള്ളത് കാര്യങ്ങളെ കാണാൻ വേണ്ടി. ബാക്കി ഈ പറയുന്ന അകത്ത് ഇൻറ്റീരിയർ എല്ലാം സെയിം തന്നെയാണ്, മാറ്റങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്ന എല്ലാ പിക്കപ്പുകളിലും വരുന്ന പോലെയുള്ള ഡിജിറ്റൽ മീറ്ററാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്പീക്കർ 2 tiers കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു സ്പീക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്പീക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റിനകത്ത് മാത്രമാണ് ചെയ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നീട് ഈ ഒരു വാഹനം മെയിനായിട്ട് ഇതുപോലുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാം ചെയ്സിനകത്താണ്. ചെയ്സ് മേടിച്ചിട്ട് കൊണ്ടുപോയിട്ടാണ് ഈ ബോഡി പണിയുന്നത്. അപ്പോൾ ചെയ്സും അതുപോലെ തന്നെ ബോഡിയുടെ വാല്യൂവും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഇൻവോയ്സ് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സ് ഷോറൂമിന് 95 വരെയൊക്കെ ലോൺ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് സിബിലും കൂടെ ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വാഹനം വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. വണ്ടി എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതായത് TPയിലായിരിക്കും വാഹനം തരുന്നത്. അതിനുശേഷം ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വണ്ടി കാണിച്ചിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അതിന് ഏകദേശം ഒരു 25,000 രൂപയ്ക്കകത്തുള്ള ഏകദേശം ചിലവ് വരുന്നുണ്ട് എല്ലാം കൂടി. അപ്പം ഇതാണ് ഈ ഒരു വാഹനം. നമുക്ക് വണ്ടി കണ്ടിട്ടുണ്ടായിരിക്കും. 60 ബോക്സാണ് ഇതിനകത്ത് കൊള്ളുന്നത്. 1.4 ആണ് വരുന്നത്. പിന്നീട് 60 ബോക്സിന് ചെയ്യാൻ പറ്റുന്നത് 1.7 1.3 നമുക്ക് 48 ബോക്സ് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം ഇതാണ് നിങ്ങൾ ആ ഒരു കണ്ട ഒരു രീതിയിലുള്ള വാഹനം. നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇതോട്ട് ബിൽഡ് ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിരിക്കുക, കോൺടാക്ട് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി ഒക്കെ അറിയാം. 2.5 ലിറ്ററിൻ്റെ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 4 സിലിണ്ടറാണ് വരുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 70 bhp പവറും 200 Nm ടോർക്കുമാണ് വരുന്നത്. പിന്നീട് ഫ്രണ്ടിൽ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് 6 പ്ലേറ്റും ബാക്കിൽ 8 പ്ലേറ്റുമാണ് വരുന്നത്. ടയർ സൈസ് വരെ 215/15 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫുൾ ലെങ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, കാരണം ലെങ്തിനകത്ത് ചേഞ്ച് വരും. കാരണം ബോഡി 9 അടി ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നോർമൽ 4985 എങ്ങാണ്ട് നോർമൽ 1.4ൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് ഓവറോൾ ലെങ്ത്. എന്നാൽ ഈ ഒരു ബോഡി കൂടെ വന്നപ്പോഴത്തേക്ക് അത് 5 മീറ്ററിന് പുറത്ത് പോയിട്ടുണ്ടായിരിക്കാം. പിന്നെ ഹൈറ്റ് നമുക്ക് ഈ ഒരു ബോഡിയുടെ ഏകദേശം 6 അടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 1880 എന്നുള്ള ഹൈറ്റ് മാറി ഏകദേശം നല്ല രീതിയിലുള്ള ഒരു ഹൈറ്റ് ഇന്ന് കൂടിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീതിക്കകത്തും ചെറിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ആ ബോഡിയുടെ വീതി വെച്ച് ബോഡിക്ക് 5.5 അടിയാണ് വീതി വരുന്നത്. എങ്കിലും വണ്ടിയുടെ വീതിക്കകത്ത് ചേഞ്ച് വരില്ല, കാരണം ഈ ഒരു വീൽ അടച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓവറോൾ വിട്ടിനകത്ത് ചേഞ്ച് വരുന്നില്ല. ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുന്നവരാണ് ബൊലേറോ പിക്കപ്പ്, അതുപോലെ സുപ്രോ. ഞാൻ എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിട്ട് ഞാനത് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊരു ഓടിച്ച് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഉള്ളൂ. വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇങ്ങനത്തുള്ള ബോഡി അടിക്കാൻ നമുക്ക് പല ബോഡി ബിൽഡേഴ്സിൻ്റെ, അതായത് ലൈസൻസ് ഉള്ള ബോഡി ബിൽഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷേ നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതല്ല. നമുക്ക് അതുപോലെ തന്നെ ബോഡിക്ക് ലോൺ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വാഹനം വാങ്ങിക്കാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരുപാട് ദൂരം ഓടിക്കുന്നത് ചെറിയ വഴികൾ ഓടിക്കുന്നത്. ഇത് മറ്റേ വണ്ടി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്തുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ബോഡി റോള് കുറച്ചും കൂടെ കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ കയറ്റത്തോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറാൻ വേണ്ടി ഇരിക്കുക. മെയിൻ റോഡ് എന്ന് ഉദ്ദേശിച്ചാൽ ഇവിടുത്തെ മെയിൻ റോഡ് അല്ല, വലിയ മെയിൻ റോഡൊന്നുമല്ല. ഇതൊരു
ചെറിയ റോഡാണ്. ഇങ്ങനെ കറങ്ങി കയറുമ്പോൾ നമുക്കൊരു ആട്ടം ഫീൽ ചെയ്യും വണ്ടിക്കകത്ത്. ആ ഒരു ബോഡി റോൾ ഫീൽ ചെയ്യും. കാരണം ഇത്രയും പൊക്കത്തിൽ ബോഡി ഇരിക്കുന്നതുകൊണ്ടുള്ളത്. അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഹൈവേയിലൊക്കെ ഇത് ആളുകൾ വെച്ച് പറന്നു പോകുന്നത് കാണാം. ലോഡൊക്കെ വെച്ചിട്ടേ മീനൊക്കെ ആയിട്ട് നല്ല തൂത്തുക്കുടി നിന്നൊക്കെ ഓടി വരുന്നതൊക്കെ കാണണം. അപ്പം അവരെല്ലാം പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ആകെ കൂടി അവർക്ക് ഈ ഒരു ബോഡി റോൾ ഫീൽ ചെയ്യും ഇങ്ങനെ വണ്ടി വളയ്ക്കുന്ന സമയത്ത് ഇത്ര ഹൈറ്റിൽ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് നോക്കിയും കണ്ടും ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പം ഇത് കാരണം വണ്ടി മറിയുള്ള ചാൻസ് ചിലപ്പം കൂടുതലായിരിക്കും ഇങ്ങനെ പെട്ടെന്നൊക്കെ വെട്ടിച്ച് കഴിഞ്ഞാലേ. അപ്പോൾ അതൊന്നും നോക്കണം. അല്ലാതെ വണ്ടി ഓടിച്ചിട്ടൊക്കെ സെയിം ഫീൽ കാര്യങ്ങളൊക്കെ തന്നെ. ഓൾറെഡി ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് എങ്കിലും വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഓടുന്നത്. ഞാൻ പിന്നെ എടുത്തുകൊണ്ട് നമ്മുടെ വീഡിയോ അതോട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ അതോട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോയ്ക്ക് 1000 ലൈക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.